നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. അർജുനായുള്ള തിരച്ചിൽ 9ാം ദിവസം. ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഇന്ന് 9ാം ദിവസത്തിലേക്ക് എത്തി. ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്ത് നിന്ന് തന്നെ സോളാർ സിഗ്നൽ ലഭിച്ചതെന്നും നിർണായകമാണ്. നാവികസേന നടത്തിയ തിരച്ചിലിലാണ് സോളാർ സിഗ്നൽ കിട്ടിയത്. എന്നാൽ അർജുന്റെ ലോറി ഷിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകുമെന്നും ദൃക്സാക്ഷി. ഷിരൂർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൌഡയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് ഗൌഡ. കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയൊരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നതും കണ്ടു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റിയൊരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് എന്ന് നാഗേഷ് പറഞ്ഞു. ഇതേസമയം കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചു കയറി വീടുകൾ തകർത്തു. പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി. കരയിലെ തെങ്ങുകളും നശിച്ചു. തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി. നാഗേഷ് പറഞ്ഞു. ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും നാഗേഷ് പറഞ്ഞു. തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണു. നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ LPG ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിനു കാരണമായതെന്ന് പരിശോധിക്കേണ്ടി വരും. ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി LPG ടാങ്കറിന്റെ മേൽ വീണോ എന്നതും കണ്ടെത്തണം. തിരച്ചിലിനായുള്ള മണ്ണുമാന്തി യന്ത്രം അപകട സ്ഥലത്തെത്തി. ഡ്രോൺ ഉപയോഗിച്ച് ചെളിയിൽ പുതഞ്ഞ വസ്തുക്കളുടെ സിഗ്നൽ കണ്ടെത്താനുള്ള സംവിധാനം തിരച്ചിലിന് ഉപയോഗിക്കാനാവില്ല. ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്തിക്കാനുള്ള കാലതാമസമാണ് തടസ്സമാകുന്നത്. സൈന്യം റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. ഇന്നലെ പുഴയിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കരയിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ കാണാതായ സണ്ണി ഹനുമന്ത ഗൌഡയുടെ മൃതദേഹമാണ് 4 കിലോമീറ്റർ അകലെ മഞ്ചിഗുണി ഗ്രാമത്തിൽ നിന്ന് ലഭിച്ചത്. 16 രാവിലെ 8:30ക്കാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ റോഡിലേക്കും ഗംഗാവലി പുഴയിലേക്കുമായി വീണത്. അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളിൽ ഒന്നും ഫലം കണ്ടില്ല. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയും കുത്തൊഴുക്കും തിരച്ചിലും തടസ്സമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്.